എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡയറക്റ്റ് ടാക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്ററാണ്. അത്ര ബുദ്ധിമുട്ടുള്ളതല്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. ഈ ചാപ്റ്ററിൽ പറയുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തിനാണ് കാണുന്നത്, റെസിഡൻ്റ് ആരാ, നോൺ റെസിഡൻ്റ് ആരാ, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സാണ്. അതും ഓരോ പേഴ്സൺസിൻ്റെ കേസിലും വ്യത്യസ്ത തരത്തിലാണുള്ളത്. പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺസ് 7 തരത്തിലുണ്ടല്ലേ. ഏതൊക്കെ? ഇൻഡിവിജ്വൽ, HUF, ഫേം, കമ്പനി, AOP ഓർ BOI, പിന്നെ AJP അതായത് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, പിന്നെ ലോക്കൽ അതോറിറ്റി, ഇങ്ങനെ 7 തരത്തിലുള്ള പേഴ്സൺസാണുള്ളതല്ലേ. ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ഇൻഡിവിജ്വലിൻ്റെ കേസാണ്. ഇൻഡിവിജ്വലിൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കും. റെസിഡൻറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് വരുന്ന ടോപ്പിക്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻഡിവിജ്വലിൻ്റെ കേസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ടോപ്പിക് ഒന്ന് കവർ ചെയ്യാം. ജനറൽ പോയിൻറ്റ്സ് റിഗാർഡിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ജനറലായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് പറയുന്നത് ഇവിടെ. ഒന്നാമത്തെ പോയിൻ്റ് എന്താ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് ഡിറ്റർമൈൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഈച്ച് പ്രീവിയസ് ഇയർ. എല്ലാ പ്രീവിയസ് ഇയേഴ്സിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണണമെന്ന്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തന്നെ ഇപ്പോൾ ഉള്ള റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ കാണാൻ പറ്റില്ല. ഓരോന്നിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ഇയറിലും ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ്, എ പേഴ്സൺ ഹാവ് ഓൺലി 1 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ എ പ്രീവിയസ് ഇയർ. ഒരു വ്യക്തിക്ക് ഒരു പ്രീവിയസ് ഇയറിൽ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആർ 2 ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഒന്നല്ല എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടും വേറെ തന്നെ ഒരു കൺസെപ്റ്റുകളാണ്. ഇപ്പോൾ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് വെച്ചിട്ട് അയാൾ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അതെന്തുകൊണ്ടാണ് ഇനി റെസിഡൻ്റ് ആരാന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഒന്നല്ല, അത് രണ്ടും ഡിഫറെൻറ്റ് കൺസെപ്റ്റാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിൻ്റ്, എ പേഴ്സൺ ക്യാൻ ഹാവ് സെയിം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ മോർ ദാൻ 1 കൺട്രി. ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഇപ്പോൾ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റാണ്, അതേസമയം അയാൾ പുറത്തേത് രാജ്യത്തിലും റെസിഡൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഫസ്റ്റ് പോയിന്റിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രീവിയസ് ഇയറിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യണം. കഴിഞ്ഞ കൊല്ലം റെസിഡൻ്റ് ആയിരുന്നു എന്ന് വെച്ചിട്ട് ഇക്കൊല്ലം അതേ സ്റ്റാറ്റസ് തന്നെ കൊടുക്കാൻ പറ്റില്ല. ഇക്കൊല്ലം അയാൾ റെസിഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ ഒരു പ്രീവിയസ് ഇയറിൽ അയാൾക്ക് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റിലോ സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സെയിം അല്ല, അത് എൻ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളാണെന്നാണ് പറയുന്നത്. പിന്നെ ഫോർത്ത് പോയിന്റിൽ എ പേഴ്സൺ ക്യാൻ ഹാവ് ദ സെയിം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ മോർ ദാൻ 1 കൺട്രി. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഒരേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവാം എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിൻ്റെ കേസ് പറഞ്ഞല്ലോ. ഇൻഡിവിജ്വലിൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് റെസിഡൻ്റ് ആണെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നും കൂടി നോക്കണം അല്ലേ. അപ്പോൾ ബേസിക് കണ്ടീഷൻസ് ആണ് ഫസ്റ്റ് പറയണത്. അതായത് റെസിഡൻ്റ് ആണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. ഇതിൽ പറയണത് എന്താ? ഇഫ് ഹി സാറ്റിസ്ഫൈസ് എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ദെൻ ഹി ഈസ് റെസിഡൻ്റ് ഇൻ ഇന്ത്യ. എനി ഓഫ് ദ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോൾ 2 ബേസിക് കണ്ടീഷൻസ് ആണുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ
അയാൾ റെസിഡൻ്റ് ഇൻ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണെന്നാണ് പറയണത്. കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. അയാൾ ഇന്ത്യയിൽ 182 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിലുണ്ടെങ്കിൽ അയാൾ ആ പ്രീവിയസ് ഇയറിൽ റെസിഡൻ്റ് ആണ്. പിന്നെ അടുത്ത പോയിന്റ് പറയണത് ഓർ എന്ന് പറഞ്ഞിട്ടാണല്ലേ. ഫസ്റ്റത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന്. അപ്പോൾ അയാൾ 182 days ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ റെസിഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത പോയിന്റും കൂടി നോക്കണം. അതെന്താ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 365 days or more in a 4 previous year immediately preceding the relevant previous year. പ്രീവിയസ് ഇയർ എന്താ, അസസ്മെൻ്റ് ഇയർ എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2023-24 ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ എപ്പോഴാണ് അടക്കണ്ടേ? 2024-25 അല്ലേ. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ വരുന്നത് 2023-24, അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ടാക്സ് ഏത് വർഷത്തെ വരുമാനത്തിൻ്റെ ടാക്സാണ് അടക്കേണ്ടത്, ആ വർഷത്തിന് പറയണതാണ് പ്രീവിയസ് ഇയർ. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് വരാം. അപ്പോൾ ഇവിടെ പറയണത് അയാൾ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ടാക്സാണ് അടക്കണമെന്നുണ്ടെങ്കിൽ ആ കൊല്ലത്തിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷത്തെ, ആ കൊല്ലം കൂട്ടിയിട്ടല്ല, അതിൻ്റെ മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പോയിൻ്റ് കൂടി പറയുന്നുണ്ട്, ആൻഡ് 60 days ഓർ മോർ ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് നമ്മൾ ടാക്സ് അടക്കുന്ന ഒരു ഇയർ ഉണ്ടല്ലോ, അടക്കുന്ന ഇയറല്ല, നമ്മൾ ടാക്സ് അടക്കുന്ന ഇയർ നമ്മൾ അസസ്മെൻ്റ് ഇയർ എന്നല്ല പറയുക. അപ്പോൾ പ്രീവിയസ് ഇയർ ഏത് വർഷത്തെയാണോ ടാക്സ് അടക്കുന്നത് ആ വർഷത്തിൽ 60 ദിവസം, അതിൻ്റെ തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ മൊത്തത്തിൽ 365 ദിവസം അയാൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റ് എന്ന് പറയാം അല്ലേ. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ. ഇതിൽ പറയുന്നത് ബേസിക് കണ്ടീഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ 2 പോയിന്റിൽ ഏതെങ്കിലും 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ ഇൻഡിവിജ്വലിനെ റെസിഡൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലോ അയാൾ നോൺ റെസിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നാണ് നോക്കേണ്ടതല്ലേ. ആ ടോപ്പിക്ക് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു ചെറിയ ടോപ്പിക്ക് കവർ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇത് പറയുന്നത് എക്സെപ്ഷൻസ് ടു ദ ബേസിക് റൂൾസ് ഓർ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ബേസിക് കണ്ടീഷൻസ് ഉണ്ടല്ലോ, 2 പോയിൻറ്റ്സ്, അതിൻ്റെ കുറച്ച് എക്സെപ്ഷൻ കേസസ് ആണ് ഇത് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻ ദി ഫോളോവിങ് കേസസ് കണ്ടീഷൻസ് 2 ഈസ് ഇറെലവൻ്റ് എന്നാണ് പറയുന്നത്. താഴെ പറയുന്ന 2 പോയിൻറ്റ്സിൽ ബേസിക് കണ്ടീഷനിലെ 2 റൂൾസ് ഉണ്ടല്ലേ, 2 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ സെക്കൻഡ് പോയിൻ്റ് ഇവിടെ ഇറെലവൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് കണ്ടീഷൻസ് നോക്കുന്നതല്ല. അപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 2ൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ റെസിഡൻ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന 2 പോയിൻറ്റ്സിൽ സെക്കൻഡ് കണ്ടീഷൻ ഇല്ല, ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് അയാൾ ഇന്ത്യയിൽ 182 days ഓർ മോർ ഇന്ത്യയിലുണ്ടെങ്കിൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആവുള്ളൂ. അതേതൊക്കെയാണ് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. അവിടെ പോയിൻ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തത് ശ്രദ്ധിക്കണം. എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി തന്നെ ആയിരിക്കണം പോയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ബേസിക് കണ്ടീഷൻസിൽ സെക്കൻഡ് പോയിൻ്റ് ഇല്ല, ഫസ്റ്റ് പോയിൻ്റ് അതായത് 182 days ഓർ മോർ ഇന്ത്യയിലുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ അയാൾ റെസിഡൻ്റ് ആവുക, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണെന്നാണ് അർത്ഥം. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്താ? ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പ് ക്രൂവിലെ ഒരു മെമ്പറായിട്ട് അയാൾ
പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഷിപ്പ് ക്രൂവിലെ തന്നെ മെമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പോയിൻ്റ്, ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് പോയിൻ്റ് ഇല്ല, ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഓൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് 182 days ഓർ മോർ ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞു. ഇനി പോയിൻ്റ് ബിയിൽ എന്താ പറയുന്നത്? ഇൻ കേസ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ comes to India on a visit during previous year, modified condition 2 is applicable. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ കംസ് ടു ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിന്? ഓൺ എ വിസിറ്റ് ഡ്യൂറിങ് പ്രീവിയസ് ഇയർ. ഒരു വിസിറ്റ്, ജസ്റ്റ് ഒരു വിസിറ്റ് നടത്താൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് കണ്ടീഷൻ 2, മുന്നത്തെ പോയിന്റിൽ കണ്ടീഷൻ 2 ഇറെലവൻ്റ് ആണ്. കണ്ടീഷൻ 2 ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മോഡിഫൈഡ് കണ്ടീഷൻ 2. കണ്ടീഷൻ 2 കണ്ടീഷൻ ഉണ്ട്, പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസമായിട്ടാണുള്ളത്. അപ്പോൾ അതെങ്ങനെ നോക്കി നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് വെൻ ഹിസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 15 lakh ഡ്യൂറിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരാളുടെ ഇൻകം, ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ അയാൾക്ക് എങ്ങനെയാണ്? ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 120 days ഓർ മോർ ആൻഡ് 365 days ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ 365 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 120 days ഓർ മോർ. ഇതിലെവിടെ ചേഞ്ച് മനസ്സിലായോ? ഓർമ്മ ഉണ്ടോ? നമ്മൾ മുന്നേ പറഞ്ഞ ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് പോയിന്റിൽ 60 days ഓർ മോർ എന്നായിരുന്നു അല്ലേ? ഇവിടെ അതിൻ്റെ പകരം 120 days ഓർ മോർ എന്നാണ്. അതാണ് ഇവിടെ വന്നൊരു ചേഞ്ച്. ഇനി സെക്കൻഡ് പോയിന്റിൽ വെൻ ഹിസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 15 lakh. മുന്നേ പറഞ്ഞത് 50 lakh എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണല്ലേ. ഇവിടെ അയാളുടെ ടോട്ടൽ ഇൻകം 15 lakhൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷൻ എങ്ങനെയാണ് ചേഞ്ച് നോക്കാം. ഹീസ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇവിടെ ഉദ്ദേശിച്ചത് ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് പോയിൻ്റ് അപ്ലിക്കബിൾ അല്ല എന്നാണെന്ന് തോന്നുന്നത്. നമ്മൾ ടെക്സ്റ്റിലൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇൻ ഷോർട്ട്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ക്ലോസ് സി ഈസ് നോട്ട് അപ്ലിക്കബിൾ. അതന്നെ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത് നോക്കാം. ഇനി പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എക്സെപ്ഷൻ പോയിൻറ്റ്സിൻ്റെ തേർഡ് പോയിൻ്റാണ്. പോയിൻ്റ് സി. ആൻ ഇൻഡിവിജ്വൽ ഷാൾ ബി ഡീംഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. നമ്മൾ റെസിഡൻ്റ് ആണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് 2 ബേസിക് കണ്ടീഷൻസൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അതൊന്നും നോക്കാണ്ട് തന്നെ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഒരു വ്യക്തി റെസിഡൻ്റ് ആണെന്ന് പറയാം. അതായത് ബേസിക് കണ്ടീഷൻസ് നോക്കുമ്പോൾ അയാൾ റെസിഡൻ്റ് അല്ല, പക്ഷേ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ റെസിഡൻ്റായിട്ട് പരിഗണിക്കുന്ന പറയുന്നത്. ഏതൊക്കെ കണ്ടീഷൻസ് നോക്കി നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ഹീസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അയാൾ ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കണം. സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് ഹിസ് ടോട്ടൽ ഇൻകം അതർ ദാൻ ദ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് എക്സീഡ്സ് 15 lakh ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അയാളുടെ ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻകം അല്ലാത്ത ഇൻകംസൊക്കെ കൂടിയിട്ടുള്ള ടോട്ടൽ ഇൻകം 15 lakhൻ്റെ മുകളിൽ ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ വരുന്നത് ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്. അതായത് നമ്മൾ ബേസിക് കണ്ടീഷൻസ് 2 പറഞ്ഞു. ഫസ്റ്റ് വൺ 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡോ
60 days ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം, അതിൻ്റെ മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലേ. ഈ 2 കണ്ടീഷൻസും അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവരുത് എന്നാണ് പറയണത് 3ാമത്തെ കണ്ടീഷനിൽ. ഇനി 4ാമത്തെ കണ്ടീഷൻ പറയുന്നത് ഹി ഈസ് നോട്ട് ലാബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിട്ടറി. അതായത് അയാൾ വേറൊരു കൺട്രിയിലോ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയിലോ ഒന്നും ടാക്സബിൾ ആയിരിക്കരുത്. അതായത് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവരുത് എന്നാണ് 4ാമത്തെ കണ്ടീഷൻ പറയുന്നത്. ഈ 4 കണ്ടീഷൻസും ഒരാൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബേസിക് കണ്ടീഷൻസ് ഉണ്ടല്ലോ 2 അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ 4 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് അഡീഷണൽ കണ്ടീഷൻസ്. അതായത് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസാണ് ബേസിക് കണ്ടീഷൻസ് അല്ലേ. അത് കഴിഞ്ഞ് റെസിഡൻ്റ് ആണെങ്കിൽ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ, ഓർഡിനറി റെസിഡൻ്റ് ആണോ നോൺ ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസാണ് അഡീഷണൽ കണ്ടീഷൻസ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കി നോക്കാം. അതിൽ പറയണത് ഇഫ് ഹി സാറ്റിസ്ഫൈഡ് ബോത്ത് ഹി സെഡ് ടു ബി ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അതർവൈസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഒരു വ്യക്തി ഇനി താഴെ റെസിഡൻ്റ് ആണോ, നമ്മൾ ബേസിക് കണ്ടീഷൻസ് വെച്ച് നോക്കിയപ്പോൾ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇനി താഴെ പറയുന്ന 2 കണ്ടീഷൻസ് അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണ്. അതർവൈസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അതായത് 1 അല്ലെങ്കിൽ 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻസ് ഏതൊക്കെയാണ് നോക്കി വെക്കാം. ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 previous years ഔട്ട് ഓഫ് 10 previous year ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 10 പ്രീവിയസ് ഇയേഴ്സിൽ, തൊട്ട് മുന്നത്തെ 10 വർഷത്തിലും അയാൾ ഏതെങ്കിലും 2 വർഷത്തിൽ 2 പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ത് പോയിൻ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇയർ ഉണ്ടല്ലോ, റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ആ ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം, ഏതെങ്കിലും 2 വർഷമെങ്കിലും അയാൾ റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ് ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്താ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഇൻ 7 previous year ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയേഴ്സ്. അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 7 പ്രീവിയസ് ഇയറിൽ മൊത്തത്തിൽ അയാൾ 730 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നാണ് സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിനെ ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയും. 1 മാത്രം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ചാൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി അതല്ല 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലോ അപ്പോഴും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് അല്ലേ. മനസ്സിലായല്ലോ. അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ടത് എപ്പോഴാണ്, ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും 1 സാറ്റിസ്ഫൈ ചെയ്തിട്ട് അയാൾ റെസിഡൻ്റ് ആണെങ്കിലാണ് അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ടത്. അപ്പോൾ പോയിൻറ്റ്സ് ക്ലിയർ ആയില്ലേ. ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് വേറെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം. ഒരു 2-3 ഇല്ലസ്ട്രേഷൻസ് നല്ലതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല, ജസ്റ്റ് കൺസെപ്റ്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് സ്റ്റഡി മെറ്റീരിയലിൽ ഇല്ലസ്ട്രേഷൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. HUFൻ്റെ കേസാണ് ഇവിടെ പറയണത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണുന്നതാണല്ലേ. ഇനി പറയാൻ പോണത് HUFൻ്റെ കേസിൽ. HUF എന്താ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അറിയില്ല എല്ലാവർക്കും. ഇവിടുത്തെ മെയിൻ ആളെ പറയുന്ന പേരെന്താണ്,
കർത്ത ആരാവുക? ആ ഫാമിലിയിൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആളെയാണ് കർത്തയായിട്ട് നിയമിക്കുക അല്ലേ. കർത്തനെ ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നോക്കല്ലേ. HUFൻ്റെ കേസിൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കാനുള്ള കണ്ടീഷൻസ് ഇവിടെ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കാനുള്ളതും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് HUF റെസിഡൻ്റ് ആണോ നോക്കി ഇങ്ങനെ നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ when the control and management of affairs of HUF is wholly or partly situated in India during the relevant previous year. അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റൊക്കെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോളി ഓർ പാർട്ട്ലി മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി കുറച്ചൊക്കെ ആയിട്ടോ ഇന്ത്യയിൽ വെച്ചിട്ടാണെങ്കിൽ തന്നെ റെസിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നോൺ റെസിഡൻ്റ് ആണോ എങ്ങനെയാണ് നോക്കുക? HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റൊക്കെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഫുള്ളി ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്ലി ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ പോലും റെസിഡൻ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് നോക്കാം. അതായത് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കാനുള്ള കണ്ടീഷൻസ്. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കാൻ ഇഫ് കർത്ത സാറ്റിസ്ഫൈഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് HUF സെഡ് ടു ബി ആൻ ഓർഡിനറി റെസിഡൻറ്റ്. കർത്തന് ആവശ്യം വരുന്ന ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇവിടെ. അതായത് കർത്ത സാറ്റിസ്ഫൈഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കർത്ത സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HUFനെ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് പറയും. ഫോർത്ത് വൺ എന്താ? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇഫ് കർത്ത ഡു നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് HUF ഈസ് സെഡ് ടു ബി എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. കർത്ത അഡീഷണൽ കണ്ടീഷൻസിലെ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് എന്താ നമ്മൾ ഇതുവരെ നോക്കിയില്ല അല്ലേ, അത് നോക്കി നോക്കാം. അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ, ഹീ ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 years out of 10 previous year immediately preceding the relevant previous year. ഇത് നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നോക്കിയില്ലേ, സെയിം അതന്നെ. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. നേരത്തെ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കണം എന്നാണല്ലേ പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? കർത്ത റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 10 yearsൽ ഏതെങ്കിലും 2 വർഷം ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 730 days ഓർ മോർ ഇൻ 7 previous year ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇതും നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻ. അതിൽ സെക്കൻഡ് പോയിൻ്റ് തന്നെയാണല്ലേ. എന്താണ്? റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അയാൾ 730 days ഓർ മോർ ഇന്ത്യയിലുണ്ടായിരിക്കണം. കർത്ത ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ HUFനെ ഓർഡിനറി റെസിഡൻ്റ് എന്നും 2 അല്ലെങ്കിൽ 1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നും പറയും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത ടോപ്പിക് എന്താ നോക്കാം? കമ്പനീൻ്റെ കേസാണ് പറയുന്നത്. കമ്പനീൻ്റെ കേസിൽ കമ്പനി റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ നോക്കാൻ എന്തൊക്കെ കണ്ടീഷൻസാണ് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ആൻ ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. ഒരു ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് എപ്പോഴും റെസിഡൻ്റ് ആയിരിക്കും ഇന്ത്യയിൽ. സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് എ നോൺ ഇന്ത്യൻ കമ്പനി ഈസ് സെഡ് ടു ബി റെസിഡൻറ്റ്. ഇന്ത്യൻ കമ്പനി എപ്പോഴും റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞു. നോൺ ഇന്ത്യൻ കമ്പനി എപ്പോഴാണ് റെസിഡൻ്റ് ആവുക നോക്കാം. അതിൻ്റെ 2 കണ്ടീഷൻസാണുള്ളത്. ഫസ്റ്റ് വൺ, ഇഫ് ദ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ദാറ്റ് ഇയർ ഈസ് ഇൻ ഇന്ത്യ. അതായത് മാനേജ്മെൻറ്റിൻ്റെ നമ്മൾ നേരത്തെ HUFൻ്റെ കേസിൽ പറഞ്ഞല്ലോ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ
അതുപോലെ തന്നെ കമ്പനിയുടെ കേസിലും കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇഫ് പാർട്ട്ലി ഓർ ഹോളി എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പ്ലേസ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ദെൻ ദ കമ്പനി ഈസ് സെഡ് ടു ബി നോൺ റെസിഡൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് ഫുള്ളി ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻറ്റ്, ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നോൺ റെസിഡൻ്റ് ആണ് അല്ലേ. നേരത്തെ HUFൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി ഇൻസൈഡ് ഇന്ത്യയിലാണെങ്കിൽ പോലും HUF റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലേ. പക്ഷെ കമ്പനിയുടെ കേസിൽ അങ്ങനെയല്ല. ഫുള്ളി ഇൻസൈഡ് ഇന്ത്യ, മാനേജ്മെൻറ്റ് ഫുള്ളി ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിഡൻ്റ് ആണ്. പക്ഷെ പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ പോലും നോൺ റെസിഡൻ്റ് ആണ് അല്ലേ. നമ്മളെ HUFൻ്റെയും ഇൻഡിവിജ്വലിൻ്റെയൊക്കെ കേസിൽ പറഞ്ഞ പോലെ റെസിഡൻ്റ് ആണെങ്കിൽ ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണ അഡീഷണൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. കമ്പനീൻ്റെ കേസിൽ അതൊന്നുമില്ല, ജസ്റ്റ് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കുക, അത്രയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ 7 പേഴ്സൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ ഇൻഡിവിജ്വൽ കഴിഞ്ഞു, HUF കഴിഞ്ഞു, കമ്പനി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 4 പേഴ്സൺസ് ഉണ്ടല്ലോ, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, അതല്ലാണ്ട് ബാക്കിയുള്ള ഏത് പേഴ്സൺസ് ആയാലും അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നോക്കുക എന്നാണ് ഇനി അടുത്ത പോയിന്റ് വരാൻ പോകുന്നത്. ഫസ്റ്റ് റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ നോക്കാം. will be treated as resident in India if the control and management of its affairs is situated wholly or partly in India. Control and management wholly or partly in India ആണെങ്കിൽ പോലും ഈ പേഴ്സൺസിനൊക്കെ റെസിഡൻ്റ് ആയിട്ടാണ് കണക്കാക്കാന്നാണ് പറഞ്ഞത്. നമ്മൾ കമ്പനീൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഫുള്ളി ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിഡൻ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞല്ലേ. പക്ഷേ ഇവിടെ ഹോളി ഓർ പാർട്ട്ലി ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ പോലും റെസിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. നോൺ റെസിഡൻ്റ് ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ SSC ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ്സ് എ നോൺ റെസിഡൻ്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പാർട്ട്ലി എന്നില്ല കേട്ടോ, സെക്കൻഡ് പോയിന്റിൽ പാർട്ട്ലി ഇല്ല. എൻ്റെ മിസ്റ്റേക്കാണ്, തെറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻ്റ് എന്നാണ് പറഞ്ഞത്. ഹോളി ഓർ പാർട്ട്ലി ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിഡൻറ്റ്. മുഴുവനായിട്ടും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നോൺ റെസിഡൻറ്റ്. അത്രേ ഉള്ളൂ. ഇതിലും ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കാനുള്ള അഡീഷണൽ പോയിൻറ്റ്സ് ഒന്നുമില്ല. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് നോക്കാം നമുക്ക്. സ്കോപ്പ് ഓഫ് ഇൻകം സെക്ഷൻ 5 ഇത് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാംസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത്ര ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നല്ല. ജസ്റ്റ് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും പിന്നെ പ്രീവിയസ് ഇയറത്തെ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസത്തെ ഈ ചാപ്റ്ററത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റത്തെ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6-7 മാർക്ക് സ്കോർ ചെയ്തിടെ. ചിലപ്പോൾ 2 മാർക്കിന് MCQയിലും വരാറുണ്ട്. അതും എളുപ്പം സ്കോർ ചെയ്യാമല്ലോ, ചെറിയ ചാപ്റ്ററല്ലോ. അപ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്തിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ തന്നെ ജസ്റ്റ് കൺസെപ്റ്റ് വൈസ് ഒന്ന് തലകയറ്റിയാൽ മതി, എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ നേച്ചർ ഓഫ് ഇൻകത്തിൽ ഫസ്റ്റ് പറയണത് ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഏതെങ്കിലും ഒരു ഇൻകം ഇന്ത്യയിലാണ് റിസീവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പോലും ആ ഇൻകം ടാക്സബിൾ ആവുമെന്നാണ് പറയണത്.
ഇനി അടുത്തത് സെക്കൻഡ് പോയിന്റിൽ ഇൻകം ജനറേറ്റഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം ജനറേറ്റ് ചെയ്തതും റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അതിൽ 2 സബ് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ബിസിനസ് ഇൻകം ഹാവ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം ഇന്ത്യ. ഒരു ബിസിനസ് ഇൻകമാണ്, ആ ബിസിനസ്സിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻ്റ് ഒക്കെ നോക്കുന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ആ ഇൻകം, ആ ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല. ഇനി അതിൽ ബി പോയിൻ്റ് പറയുന്നത് എനി അതർ ഇൻകം, മറ്റേത് ഇൻകം ആണെങ്കിലും റിസീവ്ഡ് അല്ലെങ്കിൽ ജനറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, മറ്റ് 2 പേർക്കും ടാക്സബിൾ അല്ല. ഇനി ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആണെങ്കിൽ ആർക്കൊക്കെ ടാക്സബിൾ ആവുക? നമ്മളിപ്പോൾ മേലെ പറഞ്ഞില്ലേ ബി പോയിൻ്റ്, അതിൽ വിടും ഇതൊക്കെ. അപ്പോൾ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഇനി വേറെ അഡീഷണൽ പോയിൻ്റ് വരാനുള്ളത് ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ എനി ഇയർ പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. ഈ ലാസ്റ്റ് പോയിൻ്റ് നിങ്ങളൊന്ന് സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യാം കേട്ടോ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിൽ പുറത്താണ് റിസീവ് ചെയ്തത്. ഇനി എനി ഇയർ പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള ഏതോ ഒരു ഇയറിൽ റിസീവ് ചെയ്ത ഇൻകമാണ്, പക്ഷെ അത് ഈ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തു എന്നാണ് പറയണത്. അത് കണക്കിലെടുക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയണത്. അത് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ടാക്സബിൾ ആണ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഇതിൽ പറയണത്. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് വണ്ണിൽ പറയണത് ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഏതൊരു ഇൻകം ആയിക്കോട്ടെ അത് ഇന്ത്യയിലാണ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 3 ആൾക്കും ടാക്സബിൾ ആണ്. ഇൻകം ജനറേറ്റഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻകം ജനറേറ്റ് ചെയ്തതും റിസീവ് ചെയ്തതൊക്കെ ഇന്ത്യക്ക് പുറത്താണ്. അതിൽ 2 സബ് പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ബിസിനസ് ഇൻകം ഹാവ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം ഇന്ത്യ. ഒരു ബിസിനസ് ഇൻകം ആണ്, ആ ബിസിനസ്സിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, പക്ഷേ നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല. ബിസിനസ് ഇൻകം അല്ലാത്ത ഏതൊരു കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ നിന്നല്ലാത്ത ഏതൊരു ബിസിനസ് ഇൻകം ആയിക്കോട്ടെ, അതല്ലാത്ത ബിസിനസ് ഇൻകം അല്ലാത്ത വേറെ ഏതെങ്കിലും ഇൻകം ആയിക്കോട്ടെ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് റിസീവ് ചെയ്തതും ജനറേറ്റ് ചെയ്തതും എന്നുണ്ടെങ്കിലും ഓർഡിനറി റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്, പക്ഷേ മറ്റ് 2 പേർക്കും ടാക്സബിൾ അല്ല. അതുപോലെ തന്നെ ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ പ്രീവിയസ് ഇയറിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകം ഓർഡിനറി റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ ആണ്, മറ്റ് 2 പേർക്കും ടാക്സബിൾ അല്ല. ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ പറഞ്ഞത് എന്താ? ഇൻകം അക്രൂഡ് ഓർ റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ എനി പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള ഏതോ ഒരു പ്രീവിയസ് ഇയറിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ കിട്ടിയ ഇൻകം ഈ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ആവുമോ? ഇല്ല അല്ലേ? 3 പേർക്കും ടാക്സബിൾ അല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. സിമ്പിൾ ചാപ്റ്ററാണ്, അത്ര ബുദ്ധിമുട്ടാണുള്ളതൊന്നുമില്ല, ചെറിയ ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് എന്തായാലും വരും MCQയിലോ, അല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ടേബിൾ ഉണ്ടല്ലോ ഇതിൽ നിന്നോ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാൻ പറഞ്ഞിട്ട് 2 മാർക്കിനോ എങ്ങനെയും ക്വസ്റ്റ്യൻ വരും. എന്തായാലും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയുക, കറക്റ്റ് ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അത്രയും